സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ചും കാണിക്കുന്നുണ്ട്. പക്ഷേ പടം നല്ല പടമാണ്, ഓടും, നന്നായിട്ട് കാണാൻ എല്ലാവർക്കും കാണാം. പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു എല്ലാവരും. എൻ്റെ എഡിറ്റിങ്ങും എൻ്റെ ക്യാമറ സെറ്റിങ്സ് ഒക്കെ കൊള്ളായിരുന്നു. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതായിരുന്നു. പേരിന് ചൊല്ലി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കേരളമല്ലേ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയാണ്. എൻ്റെ ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പം പെണ്ണുകൊടുത്തല്ലേ വാണിപ്പം നടക്കുള്ളൂ എന്ന് പറഞ്ഞൊരു കേസ് പണ്ട് ഓർമ്മയുണ്ടോ? എനിക്ക് അറിഞ്ഞുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊരു വാർത്തയിലൊക്കെ വന്നതാണ്, പെണ്ണുകൊടുത്തല്ലേ വാണിപ്പം നടക്കുള്ളൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളമല്ലേ ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞല്ലോ. ശരിയാണ്, നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭരണാധികാരികളുടെ മാത്രമല്ല പോലീസുകാർ വിചാരിച്ച എന്ത് കാര്യങ്ങളും തെളിയിക്കാൻ പറ്റും. അവരുടെ ഭാഗത്ത് എല്ലാ രേഖകളും ഉണ്ടാവുക. പക്ഷെ അവർക്കും ഉണ്ട് മക്കൾ, അതവർ ചിന്തിക്കണം. അവർക്കുണ്ട് മക്കൾ, അവരുടെ മക്കൾക്കാണ് ഈ ഇൻസിഡൻസ് വരുന്നെങ്കിൽ അവർ സഹിക്കില്ല. അപ്പം അവർ കുറച്ചും കൂടെ ഊർജ്ജമായി ശക്തമായിട്ടൊന്ന് ഈ കാര്യത്തിലൊന്ന് ഇറങ്ങി തിരിച്ചാൽ ഇതെല്ലാം ഒതുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ല പടം, അടിപൊളിയായി. ഇങ്ങനെ സുരേഷ് ഗോപിയുടെ അഭിനയമൊക്കെ നല്ല സൂപ്പർ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ സുരേഷ് ഗോപിയുടെ അഭിനയമൊക്കെ ശരിക്കും സമൂഹത്തെ റിലേറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് അതൊരു ആദ്യത്തെ ഹെഡിങ് ഒക്കെ തന്നെ ദുരഭിമാന കൊലകളെ കുറിച്ച് അപ്പൊ തന്നെ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ഈ പറയുന്ന പോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത സത്യത്തില് കേരള സ്റ്റേറ്റിന്റെ ഭരണത്തെ കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ കേന്ദ്രത്തിന്റെ സെൻസർ ബോർഡിനെ എവിടെ വെച്ചാണ് കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ ജാനകി എന്നുള്ള ഒരു പേരിന് മാത്രമാണോ ഈ കൊള്ളിച്ച, എന്താണ് ഇതിലെ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞ സിനിമ ബാക്കിയുള്ള ചോദ്യം അതാണ്. വളരെയധികം വിമർശനാത്മകമായ, പല രീതിയിലും വിമർശനാത്മകമായ പടമാണ്. തുടക്കം മുതൽ തന്നെ പല രീതിയിലും ഇതിൻ്റെ പേര് തന്നെ സമൂഹത്തിലേക്ക് ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നതാണ് സെൻസർ ബോർഡ്. പക്ഷെ അതിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് കഥാതന്തു പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ തിരക്കടില്ല, അങ്ങനെ പറയാം. ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ഒരു വിഷയമായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് ആ ഒരു ബന്ധമുണ്ട്. ആ ഒരു പേരിന്റെ ചെറിയ മാത്രമാണ് ഒന്നുമില്ലേ. എന്നാലും മൊത്തത്തിൽ കണ്ടിരിക്കാനുള്ള പടമാണോ? കണ്ടിരിക്കാനില്ല, കുഴപ്പമില്ല. അത് സർക്കാരിനെയാണ് ഇത് കൂടുതൽ ഈ സിനിമയിൽ ബാധിക്കുന്നത്. കംപ്ലീറ്റ് സർക്കാരിനെ പറ്റിയാണ്. ഇന്നത്തെ സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. കൂടുതലും ഈ നമ്മളെ അന്യ സംസ്ഥാന തൊഴിലാളികൾ കാണിക്കുന്ന വൃത്തികേടിനെ കുറിച്ചാണ് ഇത് കൂടുതലും കാണിക്കുന്നത്. നല്ല രീതിയിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ ബംഗാളികളിൽ ചെയ്ത വൃത്തികേടിനെ കുറിച്ച് എടുത്ത് കാണിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഈ വിവാദം വന്നേക്കുന്നത്. അല്ല പേരിനെ കുറിച്ചില്ല, ഒരു പേരിലെന്തിരിക്കുന്നു. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി, നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആക്ടിങ് സൂപ്പറായിരുന്നു. പിന്നെ നല്ലൊരു കുറ്റാന്വേഷണ കഥയാണ്. എല്ലാവർക്കും കണ്ടിരിക്കേണ്ട സിനിമ പോലെ തോന്നുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നു. കൊള്ളാം, നല്ല പടമാണ്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സാർ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഒരു കുറ്റാന്വേഷണ കഥയാണ്. എന്തെന്നായാലും ഈ ഒരു വിവാദത്തിനൊന്നും അർത്ഥമില്ല.